Good morning, students. Next topic ആണ് static keyword in Java. നമ്മുടെ CPP-ക്കകത്ത് യൂസ് ചെയ്യുന്ന അതേ പർപ്പസ് തന്നെയാണ് നമ്മുടെ സ്റ്റാറ്റിക് എന്ന് പറയുന്ന കീവേഡിന് ജാവയ്ക്കകത്തുമുള്ളത്. മെയിൻ ആയിട്ടും സ്റ്റാറ്റിക് കീവേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് മെമ്മറി മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണ്. അതായത് മെമ്മറിനെ സേവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റാറ്റിക് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നത്. നമുക്ക് സ്റ്റാറ്റിക് മെമ്പേഴ്സ് ആയിട്ട് ജാവയ്ക്കകത്ത് വേരിയബിൾസ്, മെത്തേഡ്സ്, ബ്ലോക്ക്, അതുപോലെ തന്നെ നെസ്റ്റഡ് ക്ലാസ്, ഇത്രയും മെമ്പേഴ്സിനെയാണ് നമുക്ക് സ്റ്റാറ്റിക് ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റുന്നത്. ഓരോ മെത്തേഡിനും അല്ലെങ്കിൽ ഓരോ മെമ്പറിനും ഓരോരോ സ്പെസിഫിക്കേഷനുള്ള ഓരോ രീതിയിലാണ് അത് മെമ്മറിനെ സേവ് ചെയ്യുന്നത്. ഇപ്പൊ മെയിൻ ആയിട്ട് സ്റ്റാറ്റിക് എന്ന് പറയുന്ന കീവേഡ് എന്തിനു വേണ്ടിയിട്ടാണ്? മെമ്മറി മാനേജ്മെന്റിന് യൂസ് ചെയ്യുന്ന ഒരു കീവേഡ് ആണ് സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. സ്റ്റാറ്റിക് കൂട്ടി നമ്മൾ വേരിയബിളിനെയോ മെത്തേഡിനെയോ ബ്ലോക്കോ നെസ്റ്റഡ് ക്ലാസ്സോ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം സ്റ്റാറ്റിക് മെമ്പേഴ്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. The static keyword in Java is used for memory management mainly. We can apply static keyword with variables, methods, blocks and nested classes. The static keyword belongs to the class than an instance of the class. ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് മെമ്പറിനെയും സ്റ്റാറ്റിക് ആയിട്ട് ഡിഫൈൻ ചെയ്താൽ അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്താൽ അത് ആ ക്ലാസിന്റെ ഒബ്ജക്റ്റിനെക്കാട്ടിലും ക്ലാസ്സിനകത്തെ വേരിയബിൾ എന്നാണ് നമ്മൾ പറയുന്നത്. ഒബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതിനെക്കാട്ടിലും ക്ലാസ്സിനകത്തെ വേരിയബിൾ അല്ലെങ്കിൽ ക്ലാസ്സിനകത്തെ മെത്തേഡ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. എന്തൊക്കെയാണ് സ്റ്റാറ്റിക് ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റുന്നതെന്നാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് മെയിൻ ആയിട്ടും ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയുള്ളത് സ്റ്റാറ്റിക് വേരിയബിളും അതുപോലെ തന്നെ സ്റ്റാറ്റിക് മെത്തേഡുമാണ്. First one, static variable. When a variable is declared as static, then a single copy of variable is created and shared among all objects at class level. Static variables are essentially global variables. All instances of the class share the same static variable. നമ്മുടെ സ്റ്റാറ്റിക് വേരിയബിളും ക്ലാസ്സിനകത്ത് ഇൻസ്റ്റൻസ് വേരിയബിളും തമ്മിലൊരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ക്ലാസ്സിനകത്ത് നോർമലായിട്ട് യൂസ് ചെയ്യുന്ന വേരിയബിളിന് പറയുന്ന പേരാണ് ഇൻസ്റ്റൻസ് വേരിയബിൾ എന്ന്. നമ്മൾ ഓരോ തവണ ഇൻസ്റ്റൻസ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴും അതിന് വേണ്ടിയിട്ട് ഒരു മെമ്മറി ലൊക്കേഷൻ അലോക്കേറ്റ് ആകുന്നു. അതുപോലെ തന്നെ ഓരോ പ്രാവശ്യം ഓരോരോ ഒബ്ജക്റ്റുകൾ യൂസ് ചെയ്ത് ആ വേരിയബിളിനെ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ, അതായത് അതിന് വാല്യൂ കൊടുക്കുമ്പോഴും അതിന് വേണ്ടിയിട്ടും പ്രത്യേക മെമ്മറി ലൊക്കേഷൻസ് അലോക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ എത്ര പ്രാവശ്യം വാല്യൂകൾ കൊടുക്കുന്നോ അത്രയും വാല്യൂവിന്റെ എണ്ണത്തിനനുസരിച്ചുള്ള മെമ്മറി ലൊക്കേഷൻ വേണം അതിനെ സ്റ്റോർ ചെയ്യാനായിട്ട്. അതതിന്റെ ഒരു ഡ്രോബാക്ക് ആണ്. ഒരുപാട് മെമ്മറി അത് കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റാറ്റിക് വേരിയബിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. സ്റ്റാറ്റിക് വേരിയബിളിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, സ്റ്റാറ്റിക് വേരിയബിൾ ഒരു പ്രാവശ്യം മാത്രമേ മെമ്മറിക്കകത്ത് അലോക്കേറ്റ് ചെയ്യുന്നുള്ളൂ. ഒരു പ്രാവശ്യം മാത്രം അതിന് സ്പേസ് അലോക്കേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ആ സെയിം സ്പേസിലോട്ട് തന്നെയാണ് അതിന് കൊടുക്കുന്ന വാല്യൂകളും സ്റ്റോർ ചെയ്യുന്നത്. ഓരോ പ്രാവശ്യവും ആ സ്റ്റാറ്റിക് വേരിയബിളിന്റെ ഒരു കോപ്പിയാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്. അല്ലാതെ ഓരോ പ്രാവശ്യം പ്രത്യേകം മെമ്മറി അലോക്കേറ്റ് ചെയ്ത് സേവ് ചെയ്യേണ്ട ഒരു കാര്യം വരുന്നില്ല. അതുകൊണ്ടാണ് മെമ്മറി സേവ് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഇനി താഴെ അതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് തന്നിരിക്കുന്നത്. The static variable can be used to refer the common property of all objects. For example, the company name of employees, college name of students, etc. ഏതൊക്കെ രീതിയിലാണ് നമുക്ക് സ്റ്റാറ്റിക് വേരിയബിൾ യൂസ് ആയിട്ട് വരുന്നത്? അതായത് നമ്മുടെ ക്ലാസ്സിനകത്തെ എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ട് കോമൺ പ്രോപ്പർട്ടീസ് വരുന്ന വേരിയബിൾ വേണമെങ്കിൽ അങ്ങനെയുള്ള കേസിലൊക്കെ നമുക്ക് സ്റ്റാറ്റിക് വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാവുന്നതാണ്. അതായത് ഒരു കോപ്പി എല്ലാത്തിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുന്ന രീതി മതിയെങ്കിൽ നമുക്ക് സ്റ്റാറ്റിക് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാവുന്നതാണ്. പിന്നെ പറയുന്ന ഒരു പോയിന്റ്, ദ സ്റ്റാറ്റിക് വേരിയബിൾ ഗെറ്റ്സ് മെമ്മറി only once in the class area at the time of class loading. അപ്പൊ എപ്പോൾ മാത്രമേ മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ? ക്ലാസ് ലോഡ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ക്ലാസ് ഏരിയക്കകത്ത് അതിന് വേണ്ടിയുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അല്ലാതെ ഓരോ തവണ ഇനിഷ്യലൈസ് ചെയ്യുമ്പോഴും അതിന് വേണ്ടിയിട്ട് മെമ്മറി പ്രത്യേകം അലോക്കേറ്റ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. പിന്നെ പറയുന്നതാണ് അഡ്വാൻറ്റേജ്. എന്താ അഡ്വാൻറ്റേജ്? മെമ്മറി മാനേജ്മെന്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് മെമ്മറിനെ സേവ് ചെയ്യാൻ വേണ്ടിയാണ് സ്റ്റാറ്റിക് വേരിയബിൾ യൂസ് ചെയ്യുന്നത്. താഴെ കൊടുത്തിരിക്കുന്നത് സ്റ്റാറ്റിക് വേരിയബിൾ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കാരണം നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ സ്റ്റുഡന്റ് എന്ന് പറയുന്നതാണ് ക്ലാസ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അവിടെ 3 ഇൻസ്റ്റൻസ് വേരിയബിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. 2 സ്ട്രിംഗ് ടൈപ്പിലുള്ളതും ഒരു ഇന്റിജർ ടൈപ്പിലുള്ള ഇൻസ്റ്റൻസ് വേരിയബിൾ ആണ് കൊടുത്തിരിക്കുന്നത്. നോക്കിയേ,
ഇന്റ് റോൾ നമ്പർ, സ്ട്രിങ് നെയിം, സ്ട്രിങ് കോളേജ് ഈക്വൽ ടു ITS എന്ന് പറഞ്ഞുകൊണ്ട് ഇനിഷ്യലൈസ് ചെയ്തും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ സപ്പോസ് ഒരു കോളേജിനകത്ത് ഒരു 500 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക, 500-1000 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഓരോ കുട്ടികൾക്കും പ്രത്യേകമായിട്ട് ഓരോരോ റോൾ നമ്പറും അവർക്ക് ഓരോരോ നെയിമും ആയിരിക്കുമല്ലോ. പക്ഷെ അവരുടെ കോളേജ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. നമ്മൾ സാധാരണ ഒരു ഇൻസ്റ്റൻസ് വേരിയബിൾ ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ 500 അല്ലെങ്കിൽ 1000 കുട്ടികൾ വരുമ്പോഴും ഈ ITS എന്ന് പറയുന്ന കോളേജിന് വേണ്ടിയിട്ട് ഈ 500 ലൊക്കേഷൻ അല്ലെങ്കിൽ 1000 ലൊക്കേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത് അത്ര എഫിഷ്യന്റ് ആയിട്ടുള്ള കാര്യമാണോ? നമുക്ക് അത്രതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. പകരം നമ്മൾ ഈ ഒരു വേരിയബിളിനെ സ്റ്റാറ്റിക് ആയിട്ട് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ എന്താ ബെനിഫിറ്റ്? ഈ ITS എന്ന് പറയുന്ന ആ ഒരു വാല്യൂ 1000-ഓ 1500 എത്ര പ്രാവശ്യം വേണമെങ്കിലും ആവശ്യം വന്നോട്ടെ, അവിടെയെല്ലാം ആ ഒറ്റ പ്രാവശ്യം അലോക്കേറ്റ് ചെയ്ത ഒരു വേരിയബിളിന്റെ കോപ്പി മാത്രം റെഫർ ചെയ്താൽ മതി. അല്ലാതെ ഓരോ പ്രാവശ്യം മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുത്ത് മെമ്മറി വേസ്റ്റ് ചെയ്യേണ്ട കാര്യം അവിടെ വരുന്നില്ല. അതാണ് സ്റ്റാറ്റിക് വേരിയബിളിന്റെ പ്രത്യേകത. നമ്മൾ അതിനെ സോൾവ് ചെയ്തുകൊണ്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ക്ലാസ് സ്റ്റുഡന്റ് എന്ന് പറയുന്നതാണ്. അതിനകത്ത് ഫസ്റ്റ് വന്നിരിക്കുന്ന ഇൻസ്റ്റൻസ് വേരിയബിൾ ആണ് ഇന്റ് റോൾ നമ്പർ എന്ന് പറയുന്നത്, ഇന്റിജർ ടൈപ്പിലുള്ള ഒരു ഇൻസ്റ്റൻസ് വേരിയബിൾ. രണ്ടാമത്തത് സ്ട്രിങ് നെയിം, സ്റ്റുഡന്റിന്റെ നെയിം കൊടുക്കാൻ വേണ്ടി സ്ട്രിങ് ടൈപ്പിലുള്ള ഒരു ഇൻസ്റ്റൻസ് വേരിയബിൾ. മൂന്നാമത് നമ്മളിവിടെ സ്ട്രിങ് കോളേജ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിക് വേരിയബിൾ ആണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. സ്റ്റാറ്റിക് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്താണ് സ്റ്റാറ്റിക് വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്തും കൊടുത്തിട്ടുണ്ട്. ITS എന്ന് പറഞ്ഞൊരു വാല്യൂ ഇനിഷ്യലൈസ് ചെയ്തും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കൊടുത്തിരിക്കുന്ന സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ടർ ആണ്. എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ ക്ലാസ്സിനകത്തെ വാല്യൂസിനെ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റുഡന്റ് എന്ന് പറയുന്ന പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ കൺസ്ട്രക്ടറിന്റെ ആർഗ്യുമെന്റ്സ് ആണ് ഇന്റ് r ഉം സ്ട്രിങ്ങും n എന്നും പറയുന്നത്. റോൾ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടും നെയിമിന് കറസ്പോണ്ടിങ് ആയിട്ടും രണ്ട് പാരാമീറ്റേഴ്സ്. ഇനി അതിന്റെ ബോഡിക്കകത്ത് ചെയ്യുന്ന കാര്യം എന്താ? നമ്മുടെ ക്ലാസിന്റെ ഇൻസ്റ്റൻസ് വേരിയബിളിനെ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കുകയാണ്. നോക്കിയേ, പാരാമീറ്ററിക്കൂടെ പാസ് ചെയ്ത് വരുന്ന വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ രണ്ടിടത്തും ചെയ്തിരിക്കുന്നത്. അതോടുകൂടി നമ്മുടെ കൺസ്ട്രക്ടർ നമ്മൾ ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ വോയിഡ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെത്തേഡ് ആണ് കൊടുത്തിരിക്കുന്നത്. അവിടെ system.out.printlnകത്ത് റോൾ നമ്പർ പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, നെയിം പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കോളേജിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതോടുകൂടി ആ മെത്തേഡ് അവിടെ ക്ലോസ് ചെയ്തു, നമ്മുടെ ക്ലാസ്സും ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ അടുത്തൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുവാണ്. എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ മെയിൻ മെത്തേഡ് കൊടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിന്റെ ഒബ്ജക്റ്റുകളെ ക്രിയേറ്റ് ചെയ്യാനും വേണ്ടി നമ്മൾ മറ്റൊരു ക്ലാസ് കൊടുത്തിരിക്കുകയാണ്, ടെസ്റ്റ് സ്റ്റാറ്റിക് വേരിയബിൾ 1 എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അവിടെ നമ്മുടെ മെയിൻ മെത്തേഡ് കൊടുത്തു. അതിനുശേഷം മെയിൻ മെത്തേഡിനകത്ത് നമ്മൾ ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഏത് ക്ലാസ്സിനാണ്? സ്റ്റുഡന്റ് എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് നമ്മൾ ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഇവിടെ രണ്ട് ഒബ്ജക്റ്റുകളാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, S1 ഉം S2 ഉം. S1നോട് കൂടി നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂ ആണ് 111, കാരണം S2നോട് കൂടി നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂ ആണ് 222 ആര്യനും. അപ്പൊ കൺസ്ട്രക്ടർ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഈ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയം തന്നെ ആര് ഇൻവോക്ക് ആകും? നമ്മുടെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ഇൻവോക്ക് ആകുന്നു. ആദ്യത്തെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇന്റ് r-ന് 111ഉം സ്ട്രിങ് n-ന് കറന്റ് എന്ന് പറഞ്ഞ വാല്യൂ കിട്ടുന്നു. അത് ആർക്ക് കൊടുക്കുന്നു? റോൾ നമ്പറിന് നെയിമിനും കൊടുക്കുന്നു. അതിനുശേഷം രണ്ടാമത്തെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ഏതാണ്? നമ്മുടെ പാരാമീറ്റേഴ്സിന് റോൾ നമ്പറിന് 222ഉം ആര്യൻ എന്ന് പറയുന്ന വാല്യൂ നമ്മുടെ സ്ട്രിങ് n-നും കിട്ടുന്നു. അത് കറസ്പോണ്ടിങ് ആയിട്ട് റോൾ നമ്പറിനും നെയിമിനും കിട്ടുന്നു. ഇനി നമ്മൾ ഡിസ്പ്ലേ ചെയ്യിക്കുമ്പോഴാണ് ആ ഒബ്ജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന വാല്യൂവിനെ പ്രിന്റ് ചെയ്യിക്കുന്നത്. അപ്പൊ ഇവിടെ s1.displayനെ കോൾ ചെയ്യുമ്പോൾ void display എന്ന് പറയുന്ന നമ്മുടെ മെത്തേഡിലോട്ട് പോകുന്നു. അവിടെ നമ്മൾ പ്രിന്റ് ചെയ്യാൻ കൊടുത്തിരിക്കുന്ന കാര്യം എന്താണോ ആ കാര്യങ്ങൾ പ്രിന്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ റോൾ നമ്പറും നെയിമും കോളേജും പ്രിന്റ് ചെയ്യാനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ റോൾ നമ്പറും നെയിമും ഓൾറെഡി നമ്മൾ പാസ് ചെയ്തു. അതോടൊപ്പം തന്നെ കോളേജിന്റെ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കോളേജിന്റെ വാല്യൂ ITS തന്നെ പ്രിന്റ് ചെയ്ത് വരും. അതുപോലെ തന്നെ നമ്മൾ s2.displayയും കൊടുക്കുന്നു. ആ സമയത്തും റോൾ നമ്പറിന്റെ നെയിമിന്റെയും കറസ്പോണ്ടിങ് വാല്യൂവും കോളേജിന്റെ വാല്യൂവും പ്രിന്റ് ചെയ്ത് വരുന്നു. അപ്പൊ ഇവിടെയൊക്കെ സംഭവിക്കുന്ന ഒരു പ്രത്യേകത എന്താണ്? S1 ആയിക്കോട്ടെ S2 ആയിക്കോട്ടെ ഒബ്ജക്റ്റ് ആ സമയത്തെല്ലാം കോളേജ് എന്ന് പറയുന്നതിന്റെ വാല്യൂ ഏതാണ്? ITS എന്നാണ് കോളേജ് എന്ന് പറയുന്നതിന്റെ വാല്യൂ നമ്മൾ കൊടുത്തിരുന്നത്. അപ്പൊ സ്റ്റാറ്റിക് വേരിയബിൾ ആയതുകൊണ്ട് എത്ര ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്താലും ആ കോളേജ് എന്ന് പറയുന്ന ഒരു വേരിയബിളിന്റെ കോപ്പി ആയിരിക്കും ഇവിടെ എല്ലാം നമ്മൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഓരോന്നിനും ഓരോരോ ലൊക്കേഷൻ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യം അവിടെ വരുന്നില്ല.
അപ്പൊ ഇതാണ് സ്റ്റാറ്റിക് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആ മെമ്മറി ലൊക്കേഷന്റെ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നോക്കിക്കേ, നമ്മുടെ പ്രോഗ്രാമിനകത്തെ എലമെന്റ്സുകളെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഹീപ്പ് മെമ്മറി യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ക്ലാസ്സിനകത്തെ ഇൻസ്റ്റൻസ് വേരിയബിൾസിനെയാണ് സ്റ്റോർ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസിന്റെ ഒബ്ജക്റ്റുകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റാക്ക് മെമ്മറിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഓരോ ഒബ്ജക്റ്റുകൾ എത്ര ഒബ്ജക്റ്റുകൾ വരുന്നുണ്ടോ അത്രയും സ്റ്റാക്ക് മെമ്മറി ഇവിടെ അലോക്കേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഹീപ്പ് മെമ്മറിക്കകത്ത് എത്ര ഇൻസ്റ്റൻസുകൾ വരുന്നുണ്ടോ, ഇൻസ്റ്റൻസ് വേരിയബിൾ വരുന്നുണ്ടോ അത്രയും മെമ്മറി ഇവിടെയും അലോക്കേറ്റ് ചെയ്യണം. ഇവിടെ 2 ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് കറസ്പോണ്ടിങ് ഐഡി നെയിമും 2 പ്രാവശ്യം വന്നിരിക്കുന്നത്. അതേസമയം നമ്മളിവിടെ ക്ലാസ് ഏരിയയ്ക്കകത്ത് നമ്മുടെ സ്റ്റാറ്റിക് വേരിയബിളിനെ ഒരു തവണ മാത്രമേ മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ആ ഒരു കോപ്പിയാണ് ഈ ഇൻസ്റ്റൻസ് വേരിയബിളിലോട്ട് നമ്മൾ റെഫർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എത്ര ഒബ്ജക്റ്റുകൾ വന്നാലും അല്ലെങ്കിൽ ഇവിടെ എത്ര ഇൻസ്റ്റൻസ് വേരിയബിൾ വന്നാലും അവിടെയെല്ലാം നമുക്ക് ഈ ഒരു വേരിയബിളിന്റെ കോപ്പി മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പൊ അതാണ് മെമ്മറി സേവ് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് സ്റ്റാറ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റാറ്റിക് കീവേഡോട് കൂടി ഒരു മെത്തേഡിനെ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് സ്റ്റാറ്റിക് മെത്തേഡ്. ഇനി അതിന്റെ ഫീച്ചർ ആണ് പറഞ്ഞിരിക്കുന്നത്. എ സ്റ്റാറ്റിക് മെത്തേഡ് ക്യാൻ ബി ഇൻവോക്ഡ് വിത്തൗട്ട് ദ നീഡ് ഫോർ ക്രിയേറ്റിംഗ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ്. എ സ്റ്റാറ്റിക് മെത്തേഡ് ക്യാൻ ആക്സസ് സ്റ്റാറ്റിക് ഡേറ്റ മെമ്പർ ആൻഡ് ക്യാൻ ചേഞ്ച് ദ വാല്യൂ ഓഫ് ഇറ്റ്. ഇപ്പൊ സ്റ്റാറ്റിക് മെത്തേഡിന് നമുക്ക് ഒബ്ജക്റ്റ് ഇല്ലാതെ തന്നെ സ്റ്റാറ്റിക് മെത്തേഡിനെ കോൾ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറ്റിക് മെത്തേഡിന് സ്റ്റാറ്റിക് ഡേറ്റ മെമ്പറിനെ ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാനും അതുപോലെ തന്നെ അതിന്റെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാനായിട്ടും പറ്റും. ഒരു സ്റ്റാറ്റിക് മെത്തേഡിന് സ്റ്റാറ്റിക് ഡേറ്റ മെമ്പറിന്റെ അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഡേറ്റ വേരിയബിളിന്റെ വാല്യൂ ആക്സസ് ചെയ്യാനും ചേഞ്ച് ചെയ്യാനും പറ്റും. ഒരു നോൺ സ്റ്റാറ്റിക് ഡേറ്റ മെമ്പറിനെ ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാനോ അല്ലെങ്കിൽ വാല്യൂ ചേഞ്ച് ചെയ്യാനോ പറ്റത്തില്ല. ആ കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. എക്സാമ്പിൾ ആണ് തന്നിരിക്കുന്നത്. ക്ലാസ് ടെസ്റ്റ് എന്ന് പറയുന്നതാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലാസ്. ഇനി അവിടെ നമ്മൾ ഒരു സ്റ്റാറ്റിക് മെത്തേഡിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് വോയിഡ് m1 എന്ന് പറഞ്ഞിട്ട്. m1 എന്നുള്ളതാണ് ആ മെത്തേഡിന്റെ പേര്. അവിടെ നമ്മൾ ജസ്റ്റ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ മെത്തേഡിനകത്ത് നമ്മൾ ഒബ്ജക്റ്റുകളൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള. പകരം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആ മെത്തേഡിനെ കോൾ ചെയ്തിരിക്കുകയോ ചെയ്തിരിക്കുന്നത്. കാരണം എന്താ, നമ്മുടെ മെയിൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് മെത്തേഡ് ആണ്. അപ്പോൾ ഒരു സ്റ്റാറ്റിക് മെത്തേഡിന് ഒബ്ജക്റ്റ് ഇല്ലാതെ തന്നെ മറ്റൊരു സ്റ്റാറ്റിക് മെത്തേഡിനെ കോൾ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ m1 എന്ന് പറയുന്ന സ്റ്റാറ്റിക് മെത്തേഡിന് അല്ലെങ്കിൽ മറ്റേത് സ്റ്റാറ്റിക് മെത്തേഡ് ആയിക്കോട്ടെ, ആ m1നകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റാറ്റിക് വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന്റെ അകത്തെ വാല്യൂവിനെ ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാനും അതുപോലെ തന്നെ ആ വാല്യൂവിനെ ചേഞ്ച് ചെയ്യാനായിട്ടും പറ്റും. ഒരു സ്റ്റാറ്റിക് മെത്തേഡിന് സ്റ്റാറ്റിക് വേരിയബിളിനെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് m1 എന്ന് പറയുന്നതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണോ ഉള്ളത് അതായിരിക്കും അതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. ഇനി റെസ്ട്രിക്ഷൻസ് ആണ് തന്നിരിക്കുന്നത് സ്റ്റാറ്റിക് മെത്തേഡിന്റെ കുറച്ച് ഡ്രോബാക്ക്. The static method cannot use non-static data member or call non-static method directly. അപ്പോൾ ഒരു സ്റ്റാറ്റിക് മെത്തേഡിന് നോൺ സ്റ്റാറ്റിക് മെത്തേഡിനെയോ അല്ലെങ്കിൽ നോൺ സ്റ്റാറ്റിക് വേരിയബിളിനെയോ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ ഒബ്ജക്റ്റ് ഇല്ലാതെ കോൾ ചെയ്യാനായിട്ടും പറ്റത്തില്ല. ആ കാര്യം ഓർത്ത് വെക്കുക. പിന്നെ ദിസും സൂപ്പറും ഒന്നും നമുക്ക് സ്റ്റാറ്റിക്കിന്റെ കൂട്ടത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ പറയുന്ന ഒരു മെയിൻ കാര്യം, നമ്മുടെ ജാവയ്ക്കകത്ത് മെയിൻ മെത്തേഡ് നമ്മൾ എപ്പോഴും സ്റ്റാറ്റിക് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്യുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ പറഞ്ഞു ഒരു മെത്തേഡിനെ സ്റ്റാറ്റിക് ആയിട്ട് ഡിക്ലെയർ ചെയ്താൽ അതിനെ ഒബ്ജക്റ്റ് ഇല്ലാതെ നമുക്ക് ഇൻവോക്ക് ചെയ്യാനായിട്ട് പറ്റും. ഒബ്ജക്റ്റ് വെച്ച് നമ്മൾ ഓരോ പ്രാവശ്യം ഇൻവോക്ക് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. അപ്പൊ നമ്മൾ സ്റ്റാറ്റിക് ആയിട്ടല്ലായിരുന്നു ഡിക്ലെയർ ചെയ്തിരിക്കുന്നതെങ്കിൽ ഓരോ തവണ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയും അതിനുവേണ്ടി പ്രത്യേകം മെമ്മറി ലൊക്കേഷൻ നമ്മൾ പറഞ്ഞല്ലോ, സ്റ്റാറ്റിക് മെമ്മറി പറഞ്ഞല്ലോ ഒബ്ജക്റ്റുകളെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഓരോ പ്രാവശ്യവും നമ്മൾ ആ ഒബ്ജക്റ്റുകളെ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെമ്മറി നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പൊ അതെന്ന് പറയുന്നത് എക്സ്ട്രാ മെമ്മറി ആകുന്ന ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ ആ മെയിൻ മെത്തേഡിനെ സ്റ്റാറ്റിക് ആയിട്ട് അങ്ങ് ഡിക്ലെയർ ചെയ്തു. അതാവുമ്പം ഒബ്ജക്റ്റ് വെച്ച് നമ്മൾ കോൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ മെത്തേഡിനെ കോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമുക്ക് മെമ്മറി സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ മെത്തേഡിനെ നമ്മൾ സ്റ്റാറ്റിക് ആയിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത്രയാണ് സ്റ്റാറ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വേരിയബിൾ എന്ന് പറയുന്ന കൺസെപ്റ്റും അതുപോലെ തന്നെ മെത്തേഡ് എന്ന് പറയുന്ന കൺസെപ്റ്റും.